ഒരു കാര്യം സ്പഷ്ടമാണ്, ജാസ്മിന് ആരോ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഓവർ കോൺഫിഡൻറ്റിൻ്റെ മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ടാണ് പുള്ളിക്കാരത്തി ജിൻഡോയുമായിട്ട് വഴക്കിടുന്നത്. ജിൻഡോയുമായി വഴക്കിടുന്ന സമയത്തൊക്കെ തന്നെ ജാസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ വരും, അവൻ തീർച്ചയായിട്ടും വരും. അപ്പോൾ അതൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. തീർച്ചയായിട്ടും അവൾ പറയുന്നത് സത്യമാണെങ്കിൽ അവളോട് ആരോ ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവനെ ഫൈനലിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളത്. അപ്പോൾ നാളിതുവരെ അവിടെ നടന്ന എല്ലാ ഒരു ചണ്ടയും വഴക്കിലും ഒക്കെ അവൾ കാണിച്ച ആ ഓവർ കോൺഫിഡൻറ്റ് അവനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണെന്ന് സ്പഷ്ടം. ഇപ്പോൾ ജിൻഡോയുമായി നടന്ന വഴക്കിൽ എൻ്റെ മിടുക്ക് എന്ന രീതിയിൽ പറയുമ്പോൾ കയ്യിൽ നിന്ന് പോയൊരു സീനാരിയോ ഉണ്ടായിരുന്നു. അതായത് അവൾ കാരണമാണ് ഗബ്രി പുറത്തു പോയതെന്ന് ജിൻഡോ പറയുമ്പോൾ അത് എൻ്റെ മിടുക്ക് എന്ന് പറയുന്നിടത്ത് അവിടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഓവർകം ചെയ്തു. ബട്ട് സ്റ്റിൽ അതാണ് വാസ്തവം. ജിൻഡോ പറഞ്ഞതൊക്കെ തന്നെ കൃത്യമായിരുന്നു ജാസ്മിനെ പറ്റി. ഇപ്പോൾ ജാസ്മിൻ കാണിക്കുന്ന ഈ നാടകങ്ങളൊക്കെ തന്നെ, അതായത് പാവക്കുട്ടി എടുത്തു വെച്ചിട്ട് അതിനോട് വർത്തമാനം പറയുക, ക്യാമറയെ നോക്കിയിട്ട് കൊഞ്ചിക്കൊഴയുക, മാത്രമല്ല പിന്നെ അവൻ്റെ ഫോട്ടോ വെച്ചിട്ടിരുന്ന് കഥ പറയുക, ഗബ്രിയെക്കുറിച്ച് എപ്പോഴും അഭിമാനത്തോടു കൂടി സംസാരിക്കുക, ഇതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് അറിയാമോ? പുള്ളിക്കാരൻ അവിടെ റൂമിലുണ്ട്, അതിലിരുന്നു കൊണ്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കുഞ്ഞാട്ടി വിചാരിച്ചിരിക്കുന്നത്. കൊഞ്ചിക്കുഴയുകയാണ് നമ്മുടെ ജാസുമോൾ. എന്തുവാ അല്ലേ, ഒന്നും പറയാനില്ല. നന്നായി ഇരിക്കട്ടെ കുട്ടി, നല്ല കാര്യം. ഇത് ഗബ്രിക്ക് ഒരു തിരിച്ചറിവുണ്ടാക്കാനുള്ള വീഡിയോസാണ് ഇപ്പോൾ വരുന്നത്. കാരണം നീ അവിടെ ഏതോ ഡാർക്ക് റൂമിലുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് അവൾ ഈ പേക്കൂത്തൊക്കെ കാണിക്കുന്നത്. നീ പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൾ കാണിക്കുക മറ്റൊരു കൂത്തായിരിക്കും. ഏതായാലും എല്ലാ കൂത്തുകളും കാണാൻ നമ്മളുടെയൊക്കെ ജീവിതം ഇനിയും ബാക്കി എന്നതിനപ്പുറം ഇതിനകത്തൊന്നും പറയാനില്ല. ജാസുമോളുടെ കൊഞ്ചിക്കുഴലുകളും ഒരു ആർഭാടവും അർമാദവും ഒക്കെ കാണുമ്പോൾ കൊള്ളാം കേട്ടോ. എന്തരോ എന്തോ. അഫ്സലിനെ 7 മാസം പറ്റിച്ചു, എൻഗേജ്മെൻറ്റും ഒക്കെ ആക്കി അവൻ്റെ കയ്യിൽ നിന്നുള്ളത് സർവത്രവും വാങ്ങിയെടുത്ത ശേഷം അവനെ പിരിഞ്ഞ് വന്നപ്പോൾ പോലും ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. സന്തോഷത്തോടു കൂടി ഓടി അതിനകത്ത് കയറിയ അവൾക്ക് ഇപ്പോൾ തിരിച്ചടികളുടെ കാലഘട്ടമാണ്. ഏതായാലും നോക്കാം. എന്തായാലും ബിഗ് ബോസ് ചതിച്ചു എന്നുള്ളത് വാസ്തവമാണ്. ചതിച്ചാശാനെ ചതിച്ച്, ബിഗ് ബോസ് എണ്ണം ചതിച്ചു എന്നുള്ളതാണ്. കാരണം 50 ദിവസം വരെ കൂടെ നിർത്തിയ ഒരാളെ പുറത്തേക്ക് വിട്ടു എന്നുള്ളത് തന്നെ ഫ്ലോപ്പ് ഐഡിയ. ഇൻ 10 5 ഏറ്റവും ലാസ്റ്റ് വരുന്ന 5 പേരിൽ ഒരാളായിട്ട് 2 പേരും ഉണ്ടാകും. 2 പേർക്കും കപ്പ് ഓഫർ ചെയ്യും. അതിൽ ഒരാൾ വിട്ടുകൊടുത്ത് ഒരാൾ എടുക്കണം, എന്നിട്ട് ആ എമൗണ്ട് ഷെയർ ചെയ്യണമെന്നാണ് ഇവരുടെ എഗ്രിമെൻറ്റ് തന്നെ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇനി ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല, പകരം കൊച്ചിയിൽ ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് ഞങ്ങൾ അവിടെ താമസിക്കും കുറച്ച് ദിവസം. അതായത് അത്യാവശ്യം ഉപ്പും പുളിയൊക്കെ നോക്കി ടേസ്റ്റൊക്കെ നോക്കി പോയിട്ടുണ്ട്. ഫൈനൽ കോഴ്സിലേക്ക് എത്തിയിട്ടില്ലല്ലോ, അത് നമുക്ക് ഫ്ലാറ്റിൽ ചെയ്ത ശേഷം വീട്ടിലേക്ക് പോകാം. പെട്ടെന്ന് ഓടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നാട്ടുകാരെ എടുത്ത് കൊടുക്കുകയോ ഇല്ലയെന്ന് അറിയത്തില്ലല്ലോ. ആകെ മൊത്തം പുള്ളിക്കാരത്തെ രണ്ടും കൽപ്പിച്ചാണ് വന്നിട്ടുള്ളത്. നമ്മൾ വെറുതെ കിടന്നിട്ട് അയ്യോ ഈ കുട്ടിക്ക് എന്താവുമോ, ഈ കുട്ടിയുടെ ഭാവി എന്താകുമോ, ഇതിന് സൈബർ ബുള്ളിങ് എങ്ങനെ ഫേസ് ചെയ്യുമോ, ഇത് എന്ത് ചെയ്യുമോ എന്നുള്ള ടെൻഷൻ നമ്മൾ അടിക്കേണ്ട ഒരു കാര്യമില്ല. അവൾ വെൽ പ്ലാൻഡ് ആണ്, പ്രിപ്പയർഡ് ആണ്. നമ്മൾ വെറുതെ കളി കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഏതായാലും നല്ലത് വരട്ടെ എന്ന് മാത്രം പറയുന്നു. പുറത്തു പോയ അയാളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ തിരുക്കൊഞ്ചലുകളും തിരുവിളയാട്ടുകളും നമ്മളെയും കൂടെ കാണിക്കുമ്പോൾ ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് മാത്രമേ ഇതെടുത്ത് വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. താങ്ക് യു.